Hi guys, how are you? Hope you all are doing fine. ബാംബു ലാബ് A1 നോൺ കോംബോ എന്ന് ഇതിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ മെഷീനാണ്. ഞാൻ ഇതിനു മുമ്പ് ക്രിയാലിറ്റിയുടെ മെഷീൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. സോ ഗൈസ്, നമ്മളിത് തുറന്ന് നോക്കാൻ പോവുകയാണ്. വാവ്, ഈ ബബിൾ റാപ്പിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഒക്കെ എന്ത് സാധാരണ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന പോലത്തെ സാധനമല്ല, അത് നല്ല ക്വാളിറ്റി ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മെഷീൻ എന്ത് നന്നായിട്ടുണ്ട് പാക്ക് ചെയ്തിരുന്നത്. ഇതിൻ്റെ ബെഡാണ്, ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇത് ഒരു ടൂൾ കിറ്റാണ്. ഇതിൻ്റെ ഒപ്പം ഒരു അലൈൻ കീ ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രീസും എന്താ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ത് അടിപൊളിയായിട്ട് ഒരു ക്വാളിറ്റി പാക്കിംഗ് ഉണ്ടാവും. ഈ ടൂൾസൊക്കെ സാധാരണ മെഷീൻസിൻ്റെ ഒപ്പം കിട്ടാറില്ല. ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ലൈക്ക് ദിസ്. ഇത് ഫിലമെൻറ്റിൻ്റെ സ്വാച്ചസ് ആണ്. ഇത്രയും പാറ്റേൺസ് ഓഫ് കളേഴ്സ് അവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും സാധാരണ നമുക്ക് എല്ലാ മെഷീൻ്റെ ഒപ്പം ഉണ്ടാവാത്ത സാധനമാണ്. ഇതൊരു പവർ കോഡാണ്. പിന്നെ ഇത് ഫിലമെൻറ്റ് കളക്ട് ചെയ്തത് കട്ട് ചെയ്ത് കളയുന്ന സാധനമാണ്. ഇത് ഫിലമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇതിലാണ് ഫിലമെൻറ്റ് അതിൻ്റെ കേസിലേക്ക്, മെയിൻ ചേസിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് എടുത്ത് വെക്കാം. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇതതിൻ്റെ മുകളിലത്തെ പാർട്ടാണ് കേട്ടോ. ഇങ്ങനെ രണ്ട് മൊഡ്യൂളായിട്ടാണ് ഇത് വന്നത്. ഇതുണ്ട്, അതിൻ്റെ അകത്ത് ഡ്രൈ ആയിട്ടിരിക്കാനുള്ള പാക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് മോയ്സ്ചർ ഒന്നും വരാണ്ടിരിക്കാനുള്ള. ഇങ്ങനത്തെ നമ്മൾ ടി വി വാങ്ങിക്കുമ്പോൾ പോലെ ഇങ്ങനത്തെ സാധനം കാണാറില്ല. അതാണ് അവരുടെ ക്വാളിറ്റി. ഇത് ഇതിൻ്റെ ബോട്ടം പാർട്ടാണ്. പിന്നെ ഇതിൻ്റെ ഫിലമെൻറ്റ്, പിന്നെ ഇതിൻ്റെ ഗൈഡ്, ഫിലമെൻറ്റ് പോകാനുള്ള ഗൈഡൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അൺബോക്സ് ചെയ്ത ബാംബു ലാബ് അതിൻ്റെ പാർട്സ് ആണ് ഇത് ബേസ് പ്ലേറ്റ് ആണ്. ഇതിൻ്റെ നിങ്ങൾ കണ്ടോ, ഇവിടെ വന്ന മാഗ്നറ്റ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. മറ്റേ എൻഡറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റാണ്. ഇതിൻ്റെ അകത്ത് വളരെ സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ് ചെയ്യും, പക്ഷെ ഇപ്പോൾ ഇത് മൂവ് ചെയ്യണില്ല. അതിൻ്റെ അടിയിൽ സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതതിൻ്റെ ടോപ്പ് പോർഷനാണ്. ഇതിൻ്റെ അകത്തെല്ലാം കേബിൾ ടൈസ് ഒക്കെ വെച്ച് നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുള്ളത്, ഷിപ്പിങ്ങിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അതിൻ്റെ ബേസ് പ്ലേറ്റ് ആണ്. പിന്നെ ഇത് ഇതിൻ്റെ കാറ്റലോഗാണ്, ക്വിക്ക് ഇൻസ്ട്രക്ഷൻ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബാക്കി രണ്ട് ഷീറ്റ്സൊക്കെ ഉണ്ട്. ഇത് ഫിലമെൻറ്റ് ഗൈഡാണ്. ഇതിൻ്റെ അകത്തൂടെയാണ് ഫിലമെൻറ്റ് സ്പൂളിൽ നിന്ന് ഹീറ്ററിലേക്ക് പോകുന്നത്. ഇത് ഫിലമെൻറ്റ് ഫിക്സ് ചെയ്ത് ഇതിലാണ് വെക്കുന്നത്, ഫിലമെൻറ്റ് ഹോൾഡറാണ്. ഇത് സാമ്പിൾ ഫിലമെൻ്റാണ്. ഇത് പവർ കേബിൾസാണ്. ഇത് ഫിലമെൻറ്റ് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചെറുതായിട്ട് ഉരുകി വീഴും, അപ്പോൾ അതിങ്ങനെ ഇജക്റ്റ് ചെയ്ത് കളയും. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യേണ്ട സാധനമാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിലമെൻസിൻ്റെ സ്വാച്ചസ് ആണ്. നമുക്ക് നോക്കാം, എങ്ങനെയാണ് നോക്കാം. സി, അടിപൊളി, എന്തൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സാണ് നമുക്ക് ഫിലമെൻറ്റിൻ്റെ. ഇതുവരെ നമ്മളൊരു സാധനം അതിനു മുമ്പ് വാങ്ങിച്ചിട്ടുള്ള ക്രിയാലിറ്റിയിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. ടൂൾസ് നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ ടൂൾസ് ഉണ്ടെന്ന്. ഞാനിന്നിപ്പോൾ ഇത് കണ്ടോ, എല്ലാ ടൂൾസും ഉണ്ട്. ഞാൻ ഈ മെഷീൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ അത്
അസംബിൾ ചെയ്യാൻ വേണ്ടി എനിക്ക് വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അയച്ചു വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും ഉണ്ട്, ഒന്നിനും പുറത്തു പോകണ്ട. ഇറ്റ്സ് വെൽ മാനുഫാക്ചർഡ്, വെൽ പ്ലാൻഡ്. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്രൂ ഉണ്ട്, അത് നമുക്ക് അൺസ്ക്രൂ ചെയ്യാം. ഈ റെഡ് മാർക്ക് ചെയ്തേക്കണ മാത്രം കേട്ടോ അൺസ്ക്രൂ ചെയ്യേണ്ടത്, ബാക്കിയുള്ളതൊന്നും അൺസ്ക്രൂ ചെയ്യരുത്. നാല് സ്ക്രൂ അൺസ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെക്കാം. ഇത് ക്ലിയർ ചെയ്യണേ. ഇവിടെ ഒരു ടേപ്പ് ഉണ്ട്, ടേപ്പ് ഇതിൻ്റെ ഒപ്പമുള്ളതാണ്. ഇത് ഫിക്സ് ചെയ്ത് വന്നതാണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്യാം. സ്ക്രൂ അഴിച്ചു. ഇനി നമുക്കിത് ബെഡാണ്. ഈ ബെഡ് ഈ വെർട്ടിക്കൽ ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നോക്കാം, ഈ സ്ക്രീൻ ഇങ്ങനെയാണ് ഇരിക്കണം, ഇതിൻ്റെ സെയിം പാരലായിട്ട് തന്നെ വേണം അത് വെക്കാൻ. എന്നിട്ട് ഇത് പയ്യെ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാം. ടിൽറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കയറ്റി എപ്പോഴും ഒരു കാര്യം നോക്കേണ്ടത്, ഇത് കറക്റ്റായിട്ട് ലോക്കിൽ വീണിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സീംലെസ് ആയിരിക്കും, ഒരു പൊക്കം താഴ്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അതെല്ലാം എടുക്കാം. അപ്പം ഇനിയിപ്പോൾ ഇത് ഫിക്സ് ചെയ്യണം. നമുക്ക് അതിന് മുമ്പ് ഈ കേബിൾ ടൈ ഒക്കെ കട്ട് ചെയ്ത് കളയാം. കേബിൾ ടൈസാണ് ഇതിപ്പം വന്നിട്ടുള്ളതാണ്. ഇതിനൊക്കെ വന്ന പുഷാണ്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. പിന്നീട് നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം. കേബിളേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം ലീനിയർ റെയിൽസ് ആണ്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ഈ പ്ലേറ്റ് മാക്സിമം ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്തു. നമുക്ക് ഈ പ്ലേറ്റ് ഊരിയെടുക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഇവിടെ കണ്ട് ചെറിയൊരു ഇതുണ്ടാവും. നമ്മൾ മുകളിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പുഷ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ലോക്ക് ഓപ്പൺ ആവും. പയ്യെ ഊരിയെടുക്കുക. ഓക്കെ. ഈ സ്ക്രൂ നമ്മൾ നേരത്തെ ടൂൾ ബോക്സിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണത്. ഈ സ്ക്രൂസ് നമുക്ക് ഈ ഗ്രീൻ ഹോളിൽ എല്ലായിടത്തും ഫിക്സ് ചെയ്യണം. ഗ്രീൻ മാർക്ക് ചെയ്തേക്കുന്നതുണ്ടോ, ഇതിലെല്ലാത്തിലും നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ക്രൂസ് 1 by 1 എടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ 2 സ്ക്രൂസ് ഒക്കെ കഴിഞ്ഞു. എല്ലാം ടൈറ്റ് ചെയ്തപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ട്.
നമ്മൾ നേരത്തെ എടുത്ത പ്ലേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം. നമ്മളിത് ഫ്രണ്ടിലേക്ക് ഫുള്ളായിട്ട് പുഷ് ചെയ്യണ്ട. ഇനിയിപ്പോൾ അഥവാ പുഷ് ചെയ്താൽ തന്നെ ഇത് ജസ്റ്റ് കയറ്റി വെച്ച ശേഷം, ഇത്രയും കയറ്റിയ ശേഷം നമ്മൾ ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ഇവിടെ നോക്കുക ഈ ലോക്ക് കറക്റ്റാണോ. ഇതുണ്ടാവും ഇവിടുത്തെ ഈ ലോക്ക് കറക്റ്റായിട്ട് വീഴണം. ഇവിടെ ഞാൻ ആദ്യം ഇട്ടപ്പോൾ അത് വീണിട്ടുണ്ടായില്ല. ഇതുണ്ടാവും ലോക്ക് കറക്റ്റായിട്ട് ഇവിടെ വീണു. എന്നിട്ട് അത് മേലേക്ക് ഇതാക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത് പക്ക ഇതായിട്ടാണ്. നേരെ ആദ്യം ഇട്ടപ്പോൾ ഇത് വീണിട്ടുണ്ടായിരുന്നില്ല. നമ്മളിനി ഇത് ഇതിൻ്റെ ബാക്കിലുള്ള കേബിൾസ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ പൊസിഷൻ ഓർത്ത് വെച്ചോ, ഇങ്ങനെയാണ് ഇത് ഇരിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ കിടത്തിയിട്ട്, ഇപ്പോൾ ബെഡ് താഴേക്ക് കുറച്ചാവും, പേടിക്കണ്ട. എന്നിട്ട് അതിനെ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫിക്സ് ചെയ്യണം. ഈ കേബിൾ നമുക്ക് ഫിക്സ് ചെയ്യാം. ആദ്യം കവർ അഴിച്ച് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, 2 ലോക്ക് കണ്ടോ. ഈ ലോക്കും ഇതുമായിട്ട് കറക്റ്റായിട്ട് വരണം. അപ്പോൾ കേബിളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഈ USB ഒരു C കേബിളുണ്ട്, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറും. ഓക്കെ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവും നമുക്ക് ഫിക്സ് ചെയ്യണം. സോ ഇത് നമുക്ക് ഗ്രീനാണ്. ഗ്രീൻ ഹാവ് ടു ഗോ ടു ഗ്രീൻ. ഓക്കെ, ഇത് ശരിക്കും ഇവിടെ യെല്ലോ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി യെല്ലോ, ഇറ്റ് ഈസ് വൈറ്റ്. കാരണം ഇതാണ് നമുക്ക് യെല്ലോ ആയിട്ട് വരുന്നത്. ഇവിടെ കോഡ് ചെയ്തേക്കണണ്ട. ഈ കോഡ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബാക്കിലുള്ള കളറല്ല നോക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ടുള്ള ഈ സ്റ്റിക്കറിൻ്റെ കോഡാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇത് അൺടൈ ചെയ്യണം. ഇത് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ കോഡ് നോക്കി ഇത് യെല്ലോ ആണ്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി യെല്ലോ. ഓക്കെ, നമ്മളെല്ലാം കണക്ട് ചെയ്തു. ഇനി നമ്മളിത് പ്ലേസ് ചെയ്യണം തിരിച്ച്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ പാർട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് ഫിലമെൻറ്റ് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളയാനാണ്. നമുക്കിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. സ്ക്രൂ ചെയ്യും. ഇനി ഇത് അതിൻ്റെ സ്ക്രൂ ആണ്. പോജ് പൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രൂ ഉണ്ട്. സ്ക്രൂ എടുക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനിങ്
കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി സ്പൂള് വെക്കണ ഇതാണ് നമുക്ക് ഫിക്സ് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള പ്ലേറ്റാണ്. പ്ലേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിൻ്റെ ഈ വശം ഇങ്ങനെ എൻഡിൽ പോകണം, ഈ സ്ലോട്ടിൽ വീഴും കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഇതിൽ വീണോളും. ഇത് ഫിലമെൻറ്റ് സ്പൂളിൽ നിന്ന് ഹെഡിലേക്ക് വരുന്ന ഗൈഡ് ട്യൂബാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ ഫിക്സ് ചെയ്യണം. ഇവിടെ 4 ഹോളുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫിക്സ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മറ്റേ എൻഡ് ഇതേപോലെ പ്രസ് ചെയ്താൽ മതി. ഇതിന് റിവേഴ്സ് വലിച്ചു കഴിഞ്ഞ് ഇത് വരില്ല. ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രസ് ചെയ്യാം. അകത്തേക്ക് പ്രസ് ചെയ്തിട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പോരും. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടണം. ഓക്കെ.